നമ്മൾ എപ്പോഴും സന്തോഷിക്കുന്നവൻ. അതാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എല്ലാത്തിനും എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. ആ സമ്പത്ത് വന്ന പൗലോസും പത്രോസും ഒക്കെ അവര് അതിനു മുമ്പ് ഒരു വിഷയം വന്നാൽ തളർന്നു പോകുന്നവർ, ഈ ക്രിസ്തു വന്ന സമ്പത്ത് തൻ്റെ അകത്ത് വന്നപ്പോൾ അവരെ പിടിച്ച് വലിയൊരു ആ കാരാഗ്രഹത്തിനകത്താക്കി ഇട്ടിരിക്കുമ്പോൾ അവരുടെ കൈകളെല്ലാം ആമം വെച്ച് പൂട്ടപ്പെട്ട നിലയിലായിരുന്നപ്പോഴും അതിനകത്ത് അവർ സന്തോഷിക്കുകയാണ്, അതിനകത്തവർ ആരാധിക്കുകയാണ്. ആരാധിക്കുന്നതിൻ്റെ അർത്ഥം, ഈ ലോകത്ത് എന്നെ എവിടെ കൊണ്ടിട്ടാലും ഏത് കാരാഗ്രഹത്തിനകത്തിട്ടാലും ഞാൻ സന്തോഷിക്കും. കാരണം എനിക്ക് ഈ ലോകമല്ല സന്തോഷം തരുന്നത്, എൻ്റെ കൂടെയുള്ള യേശുവാണ് എനിക്ക് സന്തോഷം തരുന്നത്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അതാണ് എൻ്റെ സന്തോഷം. ഹല്ലേലൂയ. അത് ആ ഒരു സന്തോഷത്തിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു വെളിപ്പാടിനകത്ത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ എപ്പോഴും സന്തോഷിക്കാനേ സമയം വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയൊക്കെ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ നോക്കിയാലും നമ്മുടെ ദുഃഖങ്ങളും കണ്ണുനീരുകളും 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് നമ്മളെ വിട്ട് മാറും. ദുഃഖമില്ല എന്നല്ല, കണ്ണുനീരില്ല എന്നല്ല, പ്രശ്നങ്ങളില്ല എന്നല്ല. പക്ഷേ അതൊന്നും ഒരു പരിധിയിൽ കൂടുതൽ ഒരു മനുഷ്യനെ ബാധിക്കാതിരിക്കണമെങ്കിൽ അവൻ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെ അന്വേഷിക്കുക, ആദ്യം കർത്താവിനെ അന്വേഷിക്കുക. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ഇന്ന് പലരും സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്.